എല്ലാവർക്കും സന്ധ്യാ വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷമുള്ള എൻ്റെ അടുത്ത വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC പോരാട്ടത്തെക്കുറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ രണ്ടാമത്തെ എവേ മത്സരത്തിലും സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കലിംഗ സ്റ്റേഡിയത്തിൽ ഒരിക്കൽ പോലും ഒഡീഷയെ തോൽപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. ആ ചരിത്രം തിരുത്തിക്കുറിക്കാൻ ഇന്നും നമുക്ക് സാധിച്ചില്ല. തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ് നമ്മൾ കണ്ടത്. സമനിലയിൽ പിരിഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. നിർഭാഗ്യം കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയാതെ പോയ മത്സരമെന്നുകൂടി അതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. 18-ാം മിനിറ്റിൽ നോവ സദോയിയുടെ വക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഗോൾ, 21-ാം മിനിറ്റിൽ ജീസസ് ജിമിനസിന്റെ വക രണ്ടാമത്തെ ഗോളും. നോവയ്ക്ക് അസിസ്റ്റ് ചെയ്തത് ജിമിനസ് ആണെങ്കിൽ ജിമിനസിന് അസിസ്റ്റ് ചെയ്തത് നോവയായിരുന്നു. ആദ്യത്തെ 21 മിനിറ്റിൽ തന്നെ 2-0 മികച്ച ലീഡും നേടിയിട്ട് ഒന്നാം പകുതിയിൽ തന്നെ 2 ഗോളുകളും വഴങ്ങി. 29-ാം മിനിറ്റിലായിരുന്നു ഒഡീഷയുടെ ആദ്യത്തെ ഗോൾ. അത് ഒരു ഓൺ ഗോൾ ആയിരുന്നു. അലക്സാണ്ടർ കോഫിന്റെ വകയായിരുന്നു ആ ഓൺ ഗോൾ. 36-ാമത്തെ മിനിറ്റിൽ ഡീഗോ മൗറീഷ്യയുടെ വകയായിരുന്നു രണ്ടാമത്തെ ഗോൾ. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിലപ്പെട്ട 3 പോയിന്റും ജയവും നഷ്ടമായി. രണ്ടാം പകുതിയിൽ നമ്മൾ കണ്ടത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. വിജയ ഗോളിനായി 2 ടീമുകളും ഒരുപോലെ പൊരുതി. 2 ഗോളുകൾ വീതം നേടിയ 2 ടീമുകളും തത്തുല്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്നത്തെ കളിയുടെ മാൻ ഓഫ് ദി മാച്ച് ആയത് നോവ സദോയിയാണ്. ദിമിത്രിയോസ് ടീം വിട്ടുപോയപ്പോൾ ഉയർന്ന നിലവിളികൾക്കിടയിലും മാനേജ്മെന്റ് എടുത്ത മികച്ച തീരുമാനമായിരുന്നു നോവയെ ടീമിലെടുത്തത്. നോവ ഇന്നൊരു പ്രതീക്ഷയാണ്. തിരിച്ചടിക്കാൻ അവസാനം വരെ പോരാടും എന്നൊരു പ്രതീക്ഷ. കളി കഴിഞ്ഞ് 90 മിനിറ്റ് കൂടി കൊടുത്താൽ പോലും അതേ എനർജിയിൽ കളിക്കുന്നൊരു താരം. ഇന്നത്തെ മത്സരം കഴിഞ്ഞതോടുകൂടി പോയിന്റ് ടേബിളിൽ 5 പോയിന്റുമായി 4-ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്നത്തെ മത്സരത്തിൽ ഒഡീഷയുടെ ഡിഫൻസ് വളരെ വീക്കായിരുന്നു. പക്ഷെ അത് മുതലാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. അവസാനം ഉറപ്പെന്ന് കരുതിയ ഒരു പെനാൽറ്റിയും ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിർഭാഗ്യം കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയാതെ പോയി എന്നത്. ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.